രണാങ്കളത്തിൽ വീണ് കിടക്കുമ്പോ മഹാന്മാരായ സ്വഹാബികൾ ഓടിച്ചെല്ലുന്നു. ഓടിച്ചെന്നുകൊണ്ട് മഹാനായ അബൂ ഉബൈദ തങ്ങളെ എടുത്തുകൊണ്ടുവരികയാണ്. ഇലാ ഹളറത്തി റസൂലുള്ളാഹിന്റെ ഹളറത്തിലോട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോഴോ അതാ മോയിൻകുട്ടി വൈദ്യർ തങ്ങൾ പറയുന്നത് എന്താണ്? പുകിന്താറിരൂപേരും അതീശണത്തിൽ പുകഴും റസൂലുള്ളാഹ് തിരുമുമ്പറ്റി ചുഗന്ധേ ഉബൈദത്ത് എടുത്തത് അമ്മ ചൊരിന്ത് വരും വഴിക്ക് ഒഴുകൈതമ്മ. വരുന്ന വഴിക്ക് മഹാനുഭാവനെ താങ്ങി പിടിച്ചു കൊണ്ടുവരുമ്പോഴതാ പ്രിയപ്പെട്ട മോമിനീങ്ങളെ രക്തം ഇങ്ങനെ ധാരധാരയായി പോവാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പ് കൊണ്ടുവന്ന് കടത്തുമ്പോ അതാ ഞാൻ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. വിശാലമായി പറയേണ്ട മേറ്ററാണ് എന്റെ ഉമ്മമാരെ. ചുരുക്കി പറയുന്നു, നിഴലറ്റവർ യാസീൽ റസൂലുള്ളാഹിന്റെ മേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ സുഗന്ധനെ ജിയുള്ള ഡവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, യാ റസൂലല്ലാഹ്, രണാങ്കണത്തിൽ വന്ന് മരിക്കാൻ വേണ്ടി വന്നതാണ് നബിയേ. പക്ഷേ ശത്രുവന്റെ കഴുത്തിനല്ല വെട്ടിയത്, എന്റെ കരിന്തൊടക്ക് വെട്ടിയ റസൂലല്ലാഹ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, വെഞ്ചക്കളം വിട്ട് പിരിന്തോന്നാല് യാ റസൂലല്ലാഹ്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എനിക്കെന്റെ ഉമ്മിച്ചാനെ കാണാൻ കഴിയോ നബിയേ? എനിക്കെന്റെ വാപ്പിച്ചാനെ കാണാൻ കഴിയോ നബിയേ? എനിക്കെന്റെ മക്കളെ കാണാൻ കഴിയോ? എനിക്കെന്റെ പ്രിയപ്പെട്ട പ്രേയസിയായ എന്റെ ഭാര്യയെ കാണാൻ കഴിയോ എന്നല്ല ചോദിക്കുന്നത് കേട്ടോ. അവിടുന്ന് ചോദിക്കുന്നത് എന്താണ്? ഓരോ ലൈനും അർത്ഥം പറയേണ്ട ലൈനാണ്. വെഞ്ചക്കളം വിട്ട് പിരിന്തോന്നാല്. വെഞ്ചക്കളം എന്ന് പറഞ്ഞ രണാങ്കളം എന്നാണ് അർത്ഥം, യുദ്ധക്കളം എന്നാണ് അർത്ഥം. വെഞ്ചക്കളം വിട്ട് പിരിന്തോന്നാല് വെളിച്ചേറി ശഹീദാമോ അനാഫൊന്മോനെ. യാ റസൂലല്ലാഹ്, രണാങ്കളം വിട്ട് പിരിഞ്ഞ് ഞാനിതാ രണാങ്കളത്തിന്റെ ബൗണ്ടറിക്ക് പുറത്താണ്. ഞാനിപ്പോ ഉള്ളത് അങ്ങയുടെ ഹൈമയ്ക്കകത്താണ് നബിയേ. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഞാനെങ്ങും മരിച്ച എനിക്ക് ഷഹീദാകാൻ പറ്റോ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടോ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയാണ്, അല്ലയോ അബൂ ഉബൈദ, പൊൻചമ്പകപ്പൂ ചുണ്ടനക്കി ഉമ്മേ പോറ്റി ഹുസൈനാലുറ്റയബ്ന അമ്മേ. അല്ലയോ ഉബൈദ, എവിടെ കടന്ന് മരിച്ചാലും പൊന്നുമോനെ ഉബൈദ, നിങ്ങൾ ഷഹീദ് തന്നെയാണ്, പേടിക്കണ്ട എന്നങ്ങ് പറഞ്ഞപ്പോ ചെറുവട്ടൂരുകാരിയായ പെണ്ണേ, ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയോ? അതെ, ആ സമയത്ത് അബൂ ഉബൈദ തങ്ങൾ പറയുന്നത് എന്താണ്? അതെ, അവിടുന്ന് പറയുന്നു, അവിടുന്ന് ഒരു പാട്ട് പാടി എന്നാണ് ചരിത്രം പറയുന്നത്. എവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ കാല് മുറിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എന്റെ തല മുറിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഇന്നീയ മുസ്ലിമോ, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷഹീദിന്റെ കൂലിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോ ചെറുപ്പക്കാരാ മനസ്സിലാക്കിക്കോ, റസൂലുള്ളാഹി പറയാണ്, മൻ തമസ്സക ബിസുന്നതി, എന്റെ ചര്യാരെങ്കിലും മുറുകെ പിടിച്ച ഇന്ദ ഫസാദി ഉമ്മത്തി,
എന്റെ സമുദായം ഫസാദിലാകുമ്പോ എന്റെ ചര്യ ആരെങ്കിലും മുറുകെ പിടിച്ച ഫലഹു അജ്റു മിഅത്തി ശഹീദ്, അവനിക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ത്വഹ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ കണ്ടോ, റസൂലുള്ളാഹിന്റെ ചര്യ മുറുകെ പിടിച്ചാൽ 100 ഷഹീദിന്റെ കൂലിയാണ് കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചര്യ മുറുകെ പിടിച്ചോ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചോ, റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോ.